ഇന്നലെ ആ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയ ആൾ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് എന്താണ് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിക്കാം. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഗാനമേള കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഗാനമേള നിർത്തുന്നതാണ് കണ്ടത്. അപ്പം പുറകോട്ട് നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു ബഹളം, ആളുകളെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് വാഹനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടല്ല അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ, ഞാൻ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്, പെട്ടെന്ന് വാഹനം എടുത്തു. അപ്പോഴേക്കും അവർ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഒരു 3 കിലോമീറ്റർ പരിധിയിലാണ് കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റൽ. അവിടെ ഒരു 10 മിനിറ്റ് എല്ലാം കൂടെ നമ്മളവിടെ എത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വിളിച്ചു നോക്കുമ്പോഴും പ്രതികരിക്കുന്നൊന്നുമില്ല. പലരും വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി അപ്പം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടെന്നാണ് മിക്കവാറും ബ്രോഡ് ഡെഡ് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അവിടെ എത്തുമ്പോഴും. ഇവിടെ ആ സമയത്തുള്ളൊരു അവസ്ഥ ആ സമയത്ത് വെച്ചാൽ അങ്ങനെ ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു, ആദ്യം കരുതിയത് ആരോ തലകറങ്ങി വീണു എന്നുള്ള രീതിയിലൊക്കെയാണ്. പിന്നെ ഷോക്ക് അടിച്ചു എന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ പരിപാടി നടക്കല്ലേ. അവർ പെട്ടെന്നുള്ളൊരു പരിഭ്രാന്തിയും കാര്യങ്ങളാണ്. പിന്നീടാണ് ഇത് സംഭവിച്ചതാണെന്നും ഇങ്ങനെ ഒരാൾ ചെയ്തതാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ സമയത്ത് ആരാണ് പ്രതിയെന്നൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ലല്ല. പോലീസ് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ശരിക്കും ഈ ഇത് സംഭവിച്ചതിന് ശേഷം ഒഴിവായിരിക്കും. നന്നായിട്ട് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. വണ്ടിയിലൊക്കെ ബ്ലഡായിരുന്നു. ഞാൻ കഴുകിയൊക്കെ ഒഴിവാക്കി. പൊതുവെ ഒരു പ്രശ്നമില്ലാത്ത യാതൊരു തരത്തിലും ഈ പ്രദേശത്ത് അങ്ങനെ ഒരു തർക്കം പോലും ഇല്ല. പബ്ലിക്കിൻ്റെ ഇടയിൽ ഒത്തൊരുമയോടുകൂടി നീങ്ങുന്ന ഏറ്റവും സമാധാനപരമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് വരെ സത്യേട്ടൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതാണ്. സത്യേട്ടൻ്റെ മകൻ ഈ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ സത്യേട്ടൻ ഈ കാര്യങ്ങളിലൊക്കെ വരാറുണ്ട്. ആ രീതിയിൽ എല്ലാവരുടെ തരത്തിലും നമ്മളേറ്റവും നല്ല അടുപ്പമുള്ള ഒരാളാണ്. ഏത് രീതിയിലായാലും രാഷ്ട്രീയ ഭേദമന്യേ ഒന്നുമില്ല. ഭേദമന്യേ പെരുമാറുന്ന നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒരു തരത്തിലുണ്ടായ ഒരാളല്ല. നമുക്ക് വളരെ വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളാണ്. കാണുമ്പോഴും ഒക്കെ തന്നെ സംസാരിക്കുക എല്ലാ രീതിയിലും. അപ്പോൾ പെട്ടെന്ന് സംഭവിച്ചപ്പോൾ വലിയ ഒരു ഷോക്കാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും. ഒരാൾ പോലും അക്കാര്യത്തിൽ ആ ഒരു ഷോക്കിൽ നിന്നും മുക്തനല്ല എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാം. ഈ പ്രദേശത്തെ ഒരു പ്രത്യേകിച്ച് ഇത് ജനങ്ങളൊന്നിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഉത്സവമാണ്. ജനകീയ കമ്മിറ്റികളാണ് നടത്തുന്നത്. അപ്പോൾ അത് തരത്തിൽ വളരെ ആവേശത്തോടു കൂടി നിൽക്കുന്ന, പൂർവാധികം ഭംഗിയായിട്ട് ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് തന്നെ വലിയ പൊതുവരവ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നിൽക്കുകയാണ്. ഇന്നിപ്പം പ്രധാനപ്പെട്ട തിറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ആഘോഷ പരിപാടികളും മറ്റുമായിരുന്നു. കുട്ടികളുടെ പരിപാടിയും മറ്റെല്ലാ രീതിയിലും ഒരു പ്രവർത്തനം ആണ് ഇവിടെ നടക്കുന്നത്. മറ്റ് പൊതുകാര്യങ്ങളിൽ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അമ്പലവും സഹകരിക്കാറുണ്ട്. അങ്ങനെ ഒരു വളരെ സൗഹാർദ്ദപരമായിട്ട് മാതൃകാപരമായിട്ട് പോകുന്നൊരു പ്രദേശമാണ്. ഇങ്ങനൊരു ഇവൻറ്റ് നമ്മുടെ അറിവിൽ ഇല്ല. വർഷങ്ങൾക്ക് 10-40 വർഷം മുമ്പോഴോ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നതായിട്ടുള്ളൊരു വിവരം മാത്രം ഈ പ്രദേശത്ത്, അതും ഈ പ്രദേശത്തുകാരൊന്നുമല്ല. അതല്ലാതെ ഇവിടെ ബന്ധപ്പെട്ടൊരു അക്രമ സംഭവം പോലും എൻ്റെ ഒന്നും ഓർമ്മയിലില്ല.